ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് അടിപൊളി ടേസ്റ്റി 4 മണി പലഹാരം ഉണ്ടാക്കിയെടുത്താലോ. ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കെങ്ങനെ ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 10 കൊച്ചുള്ളി, 3 എരിവുള്ള പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയോടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഒത്തിരി പേസ്റ്റ് പോലെ അരിഞ്ഞു പോകണ്ട, ഈ രീതിയിൽ അരിഞ്ഞാൽ മതി. ഇതങ്ങ് മാറ്റി വെക്കാം. വേറെ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് ആട്ടയും 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ സോഡപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്തില്ലേ, ആ മിക്സ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് തൈര് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചെടുത്തതാണ്, അതുകൊണ്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. തൈരിൻ്റെ പാത്രത്തിലാണ് ഞാൻ വെള്ളം എടുത്തത്. അതുപോലെ മിക്സി നമ്മൾ അരച്ചെടുത്തല്ലോ, ആ മിക്സിയും കൂടെ കഴുകിയെടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ ആ രീതിയിലിരുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ അത്രയും ലൂസായിട്ട് കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പൂണിൽ മാവ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു വീഴണം. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. മാവ് ഇതുപോലെ കലക്കിയെടുത്ത് കഴിഞ്ഞാൽ അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ, 10 പുതിനയില, 1 പിടി മല്ലിയില. മല്ലിയിലയുടെ തണ്ടൊന്നും കളയാതാണ് മല്ലിയില മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള 1 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും അരമുറി നാരങ്ങ പിഴിഞ്ഞത്, അതും കൂടെ ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ചട്നിക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തോണ്ട് വരാം. ഇവിടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റുള്ള സൂപ്പർ ചട്നിയാണ്. ഞാൻ ചട്നി ഒരു വേറെ ചെറിയ ബൗളിലോട്ട് മാറ്റിയിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാവ് നല്ലതായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മാവ് ഇളക്കി എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ബബിൾസൊക്കെ വന്ന് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ വേറെ ചീനച്ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കയ്യിലാണ് ഇത് കോരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സ്പൂണിൽ കോരി ഇടുന്നേക്കാളും നല്ലത് കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്നതാണ്. അന്നേരം നല്ല വീർത്ത് നല്ല ഉരുണ്ടിട്ട് വരികയെ. സ്പൂണിലാകുമ്പോൾ ഇത്രയും ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര വെച്ചാലും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മേളിൽ നല്ല വീർത്ത് പൊങ്ങി വരും. ഇട്ട് തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തീ മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാമേ. മാവെല്ലാം ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് മുറിക്കുമ്പോൾ എൻ്റെ അകഭാഗം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു ചട്നി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഈ ചട്നി മുക്കി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.